അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുക. അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ മൃതദേഹം എത്തിക്കും. 10 മണിയോടുകൂടി തിരുവല്ല പുല്ലാട് സ്വന്തം വീട്ടിലേക്ക് ആ മൃതദേഹം എത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപകടം നടന്ന് 11ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ പോലും സാധിച്ചത്. നമുക്കറിയാം, ആർക്കും സംഭവിക്കരുത് ഈ ദുരന്തമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ആഘാതമാണ് ആ കുടുംബത്തിനുണ്ടായത്. തൻ്റെ 2 മക്കൾക്കും അമ്മയ്ക്കും കയറി കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കി രഞ്ജിത മടങ്ങി. എന്തായാലും ഇന്ന് ആ മൃതദേഹം തിരികെ ചേതനയേറ്റ നിലയിൽ രഞ്ജിത ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രഞ്ജിതയെ ഏറ്റുവാങ്ങാൻ മലയാള മനസ്സുകൾ, മലയാള നാട് ഒരുങ്ങിയിരിക്കുകയാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം അല്പസമയത്തിനകം ജന്മനാട്ടിൽ എത്തിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് രാവിലെ മൃതദേഹം എത്തിക്കുന്നത്. ശാലിനിയാണ് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ പ്രതിനിധികളും ബന്ധുക്കളും ചേർന്നാണ് ഈ മൃതദേഹം ഏറ്റ് വാങ്ങുക. ശാലിനി, അവിടെ മൃതദേഹം എത്തിച്ചതിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകളോ മറ്റോ ഉണ്ടോ? രാഖി, നിലവിൽ അത്തരത്തിലുള്ള ചടങ്ങുകളൊന്നുമില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ മൃതദേഹം എത്തുന്നു. മൃതദേഹം എത്തിയാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങളൊന്നും കാര്യമായി തന്നെയില്ല. കാരണം അഹമ്മദാബാദിൽ വെച്ച് തന്നെ എൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതാണ്. മൃതദേഹം പിന്നീട് കാർഗോ ഗേറ്റ് വഴി പുറത്തേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വന്നതിന് ശേഷം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടേബിളിലേക്ക് ആ മൃതദേഹം എത്തിക്കും. അതിനുശേഷമാണ് സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ സർക്കാരിൻ്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള മന്ത്രിമാരായ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി GR അനിൽ എന്നിവർ ഈ ഒരു മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. എനിക്ക് ഔദ്യോഗികമായി സർക്കാരാണ് ഈ ഒരു മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. കാരണം അത്തരത്തിലൊരു ദുരന്തമാണ്, അത്തരത്തിലൊരു നോവാണ് നമുക്ക് രഞ്ജിത. സ്വാഭാവികമായും ആ നടപടിക്രമം മാത്രമാണ് നിലവിൽ ഇവിടെയുള്ളത്. അതിനുശേഷം മൃതദേഹം കുടുംബത്തിന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വിലാപയാത്രയെ ആംബുലൻസിൽ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിലാണ് മൃതദേഹം പുല്ലാടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. 10 മണിയോടുകൂടി ഇവിടുന്ന് വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ പത്തനംതിട്ടയിലേക്ക് എത്താൻ. MC റോഡ് വഴി നേരെ പത്തനംതിട്ടയിലേക്ക് മൃതദേഹം എത്തിക്കും. 10 മണിയോടുകൂടി പുല്ലാടെ മൃതദേഹം എത്തിക്കും. അതിനുശേഷമാണ് ഈ പറഞ്ഞ സ്കൂളിൽ, വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം നടക്കുക. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് ഏകദേശം 2 മണിക്കൂറിലധികം നീണ്ട പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലായിരിക്കും മറ്റ് പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുക. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് എല്ലാ രീതിയിലുള്ള ചടങ്ങുകളും പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിക്കും. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ് 11 ദിവസങ്ങൾ നീണ്ട ആശങ്ക, ഒപ്പം തന്നെ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു കാത്തിരിപ്പ്. മൃതദേഹം എപ്പം വരും, മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം വന്നപ്പോൾ തന്നെ മൃതദേഹം എപ്പം നാട്ടിലെത്തും എന്നുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു എല്ലാവർക്കും മുന്നിലേക്കും ഉണ്ടായിരുന്നത്. അത് പിന്നീട് DNA പരിശോധന എല്ലാം പൂർത്തീകരിച്ചപ്പോൾ ഇന്ന് മൃതദേഹം എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്കിറക്കുന്ന സമയം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിൽ മറ്റൊരു വസ്തുത എന്നുള്ളത്, ഈ മാസം 28-ാം തീയതി, അതായത് താൻ സ്വപ്നം അല്ലെങ്കിൽ താൻ ചോരനീരാക്കി നിർമ്മിച്ച ആ വീട്ടിലേക്ക്, പുതിയ വീട്ടിലേക്ക് താമസം മാറാനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും രഞ്ജിത പൂർത്തീകരിച്ചതാണ്. ഒരു മുറി മാത്രം വൃത്തിയാക്കി, അടുക്കളയും വൃത്തിയാക്കി ഈ മാസം 28-ാം തീയതി ആ വീട്ടിലേക്ക് താമസം മാറാൻ കാത്തിരുന്നൊരു വീടുണ്ട്. ആ പുതിയ വീട്ടിലേക്കാണ് ചേതനയറ്റ രഞ്ജിതയുടെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് മുൻപ് ആ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നത്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലണ്ടനിലെ തണുപ്പ് പ്രശ്നമായി വരുന്നു. പിന്നീട് അവിടെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, ഈ തണുപ്പും മറ്റ് അസുഖങ്ങളും വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ജോലി ഉണ്ടായിരുന്നത്. ആ ജോലിയിലേക്ക് തന്നെ തിരികെ പ്രവേശിക്കാം എന്നുള്ളൊരു തീരുമാനം രഞ്ജിത എടുക്കുകയും നാട്ടിലേക്ക് മടങ്ങാം എന്നുള്ളൊരു തീരുമാനം ഔദ്യോഗികമായി എടുക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം നടക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലേക്ക് രഞ്ജിത പറന്നിറങ്ങുകയും ചെയ്തത്. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവധി അടക്കമുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ
പോകാനുള്ള എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തിരികെ പോയതിനു ശേഷം ഇനി മടങ്ങിയെത്തുന്നത് നാട്ടിൽ സ്ഥിരമായി ജീവിക്കാനും സ്ഥിരമായി നാട്ടിൽ ജോലി ചെയ്യാനും സേവിക്കാനും അമ്മയ്ക്കും ഒപ്പം തന്നെ 2 മക്കൾ ആ മക്കൾക്കുമൊപ്പം തൻ്റെ സ്വപ്നം ജീവിച്ചു തീർക്കാൻ വേണ്ടിയായിരുന്നു രഞ്ജിത അന്ന് അവസാനമായി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നേഴ്സ് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ഒരുക്കത്തിലാണ്. സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അവർ മൃതദേഹം ഏറ്റുവാങ്ങാനായി വിമാനത്താവളത്തിലുണ്ട്. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ശാലിനിയാണ്.